ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം ഇവിടെയൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല. ഓരോ ദിവസം കഴിയുന്തോറും അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ കെ അനിൽകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ഭീമ ഗോൾഡിനെയും പരാമർശിക്കുന്നു. നേരത്തെ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, വിഗ്രഹക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ട് എന്ന സുപ്രധാനമായ നിരീക്ഷണം അദ്ദേഹം നടത്തുകയും ദാവൂദ് കിട്ടിയ വിവരങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകുകയും ചെയ്തിരുന്നു. അന്വേഷണം അതുവഴിക്ക് മുന്നോട്ട് പോവുകയാണ്. ദാവൂദ് മണിയെ ഇതിനകം ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അറസ്റ്റ് ഉണ്ടാകുമോ എന്നതേ ഇനി അറിയാനുള്ളൂ. ദാവൂദ് മണിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭീമ ഗോൾഡ് എന്ന ജ്വല്ലറി സ്ഥാപനത്തെയും സ്വർണ്ണ കടത്ത് കേസിലേക്ക് കൊണ്ടുവരുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇനി പറയേണ്ടത് ഭീമ ഗോൾഡ്. അതാണ് ആദ്യ വരി തന്നെ. ഇനി പറയേണ്ടത് ഭീമ ഗോൾഡ്. ഒരു സ്വർണ്ണ വ്യാപാര സ്ഥാപനം, അവരുടെ പ്രതിനിധിയായി അവർ ശബരിമലയ്ക്ക് കൈമാറുന്ന ജീപ്പിൻ്റെ താക്കോൽ എങ്ങനെ ഭീമ ഗോൾഡ് പോറ്റിയെ ഏൽപ്പിച്ചു? ആ താക്കോലുമായി ആ സ്ഥാപനത്തിൻ്റെ PROയെ പോലെ പോറ്റി വന്നത് എങ്ങനെ? ഈ ചോദ്യം ഭീമ ഗോൾഡിനോട് ചോദിക്കാം. പഴയ സ്വർണ്ണക്കടത്തു കേസിൽ കോൺസുലേറ്റിൽ ഭീമ ഗോൾഡ് ഉണ്ടായിരുന്നു. അത് പുറത്തായതോടെ കേസ് കേന്ദ്ര സർക്കാർ ആവിയാക്കി. ഭീമ ഗോൾഡ്, ഉണ്ണികൃഷ്ണൻ പോറ്റി, ബല്ലാരി ഗോവിന്ദൻ, സോണിയാഗാന്ധി. റൂട്ട് ക്ലിയർ, നോക്കാം എത്ര പടി കയറുമെന്ന്. എന്നായാലും ഭീമ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ കെ അനിൽകുമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഭീമ ഗോൾഡാണ് ശബരിമലയ്ക്ക് ആംബുലൻസ് സ്പോൺസർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഭീമ ഗോൾഡിൻ്റെ ഏതെങ്കിലും പ്രതിനിധി, അതിൻ്റെ ഉടമ ആയിരിക്കണ്ടേ താക്കോൽ കൈമാറേണ്ടത് ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിക്ക്? എന്നാൽ താക്കോൽ കൈമാറുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഭീമ ഗോൾഡിൻ്റെ ആരാണ്? ഡയറക്ടർ ബോർഡ് അംഗമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഉത്തരവാദിത്വമുള്ള ആളാണോ? ഈ ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. എങ്ങനെ ഈ സീനിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു എന്ന് വിശദീകരിക്കേണ്ടത് ഭീമ ഗോൾഡ് തന്നെയാണ്. ആംബുലൻസ് ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പോലീസ് വകുപ്പിൻ്റെതായി ശബരിമലയിൽ ഒരു ആംബുലൻസ് സൗകര്യം ഇല്ല എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഭക്തജനങ്ങൾക്ക് അവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി പമ്പയിൽ നിന്നും സന്നിധാനം വരെ കയറാനും ഇറങ്ങാനും ശേഷിയുള്ള എഞ്ചിനോട് കൂടിയ ഫോഴ്സ് കമ്പനിയുടെ ഗൂർഖ മോഡൽ ആംബുലൻസ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായും ആയത് പോലീസ് വകുപ്പിന് കൈമാറുന്നതിനുള്ള അനുവാദം നൽകണമെന്നും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പരാമർശിത കത്തുപ്രകാരം അഭ്യർത്ഥിച്ചിരുന്നു. സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു. ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സൗജന്യമായി നൽകുന്ന ഫോഴ്സ് കമ്പനിയുടെ ഗൂർഖ മോഡൽ ആംബുലൻസ് സ്വീകരിക്കുന്നതിന് പോലീസ് വകുപ്പിന് അനുമതി നൽകി ഉത്തരവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവാണ്. ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് 5/5/2025 ഇതിൽ പറയുന്നത് ഭീമ ഗോൾഡാണ് ആംബുലൻസ് ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നത്. അപ്പോൾ ഭീമ ഗോൾഡിൻ്റെ ആരെങ്കിലും ആയിരിക്കണ്ടേ താക്കോൽ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായ മുഖ്യമന്ത്രിക്ക് കൈമാറേണ്ടത്? ഈ ചോദ്യം സ്വാഭാവികമായും ഉന്നയിക്കപ്പെടും. അതിന് ഉത്തരം പറയേണ്ടത് ഭീമ ഗോൾഡ് തന്നെയാണ്. അതിലേക്ക് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പോകില്ല. അതിന് മറ്റു ചില സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇതൊരു പൊതുചടങ്ങാണ്. ഈ ചടങ്ങിനെ കുറിച്ച് ഒരു നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, പ്രേക്ഷകർക്ക് കാണാം: കാര്യപരിപാടി ഉദ്ഘാടനവും താക്കോൽ ദാനവും ശ്രീ പിണറായി വിജയൻ ബഹുമുഖ്യമന്ത്രി. സ്വാഗതം റവാഡ എ ചന്ദ്രശേഖർ IPS സംസ്ഥാന പോലീസ് മേധാവി. സാന്നിധ്യം VN വാസവൻ ബഹുദേവസ്വം വകുപ്പ് മന്ത്രി. വിഷ്ണു ശരൺ K ഭട്ട് ഡയറക്ടർ ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കൃതജ്ഞത S ശ്രീജിത്ത് IPS ADGP പോലീസ് ആസ്ഥാനം.
ഇവരൊക്കെയാണ് പങ്കെടുക്കുന്നത്. ഇതിൽ ഭീമ ഗോൾഡിനെ പ്രതികരിച്ച് പങ്കെടുക്കുന്നത് വിഷ്ണു ശരൺ കെ ഭട്ട്, ഡയറക്ടർ ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബാംഗ്ലൂരാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ദൃശ്യങ്ങളിലുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ എവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരില്ല. പിന്നെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സീനിലേക്ക് എത്തുന്നത്, ഈ ചടങ്ങിൽ എത്തുന്നത്? വലിയ ചോദ്യമാണ്. ഭീമ ഗോൾഡാണ് വിശദീകരിക്കേണ്ടത്. ഭീമ ഗോൾഡ് മാത്രം വിശദീകരിച്ചാൽ പോരാ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിശദീകരിക്കേണ്ടതുണ്ട് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പൊതു ചടങ്ങിൻ്റെ ഭാഗമായി എന്ന്. ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങാണ്. ആര്, എവിടെ, എങ്ങനെ പങ്കെടുക്കണം, എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത്. എങ്ങനെ? ഭീമ ഗോൾഡാണ് ആംബുലൻസ് കൈമാറുന്നത്. എന്തുകൊണ്ട് ഭീമ ഗോൾഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ താക്കോൽ ദാനം കൈമാറാൻ എത്തിയില്ല? എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൈമാറിയില്ല? വിശദീകരണം അത്യാവശ്യമാണ്. ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കെ അനിൽകുമാറാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് നോക്കില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പുറത്ത് നിൽക്കുന്നത് ഭീമ ഗോൾഡ് എന്ന വൻകിട ജ്വല്ലറി സ്ഥാപനമായതുകൊണ്ട് തന്നെയാണ്. ദീപസ്തംഭം, മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ സ്വഭാവം. അത് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരം വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല.